ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ കണ്ണുകൾ അടച്ച നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തുതിയുള്ള പിതാവേ, നല്ല പകലിനായ കർത്താവെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയെ എന്റെ കർത്താവ് അയച്ചിരിക്കുക. സ്തോത്ര കർത്താവ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കടന്നവരുടെ മധ്യ ഞാൻ ഉണ്ട്. കർത്താവ് ഞങ്ങളുടെ മധ്യ കടന്നുകൾക്കായി സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. വചനത്തിന്റെ വാതിലുകളെ തുറക്കുമാറാകണം. ആമേ. കർത്താവ് ജനത്തോട് സംസാരിക്കണം. കർത്താവിന്റെ കൃപ കൊണ്ട് പൊതിയും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന പകൽക്കാലം. ആമേ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അതിന്റെ 8-ാമത്തെ വാക്യം നമുക്കിന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തിക്കാം. സ്തോത്രം. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. ആമേ. തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. സ്തോത്രം. നമുക്കറിയാം ഈ ആമേ സ്തോത്രം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം നമ്മൾ 1 മുതൽ ആമേ സ്തോത്രം 12-ാമത്തെ വാക്യം വരെ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത വ്യാപാരം ആമേ സ്തോത്രം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. എന്നാൽ യെശയ്യാവ് ആമേ സ്തോത്രം ദൈവസന്നിധിയിൽ വളരെ കരയുന്ന, വളരെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനാണ് ആമേ യെശയ്യാ പ്രവാചകൻ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആമേ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ് യെശയ്യാ പ്രവാചകൻ. ഈ യെശയ്യാ പ്രവാചകനാണ് ആമേ സ്തോത്രം ഹിസ്കിയാവിനെ ആമേ സ്തോത്രം അവൻ ലോകത്തിന്റെ നടുവിൽ ഹിസ്കിയാവായിരുന്നപ്പോൾ അവന്റെ മുൻപിൽ സ്തോത്രം ചെന്ന് ആമേ ഹിസ്കിയാവ് രാജാവിനോട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്ക്, ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്നത് ആമേ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ്. സ്തോത്രം. ദൈവത്തിലെ ആമേ സ്തോത്രം ദൈവത്തിന്റെ ദാസനായ ആമേ സ്തോത്രം ഈ ഹിസ്കിയാ രാജാവിന്റെ ആമേ മരണത്തോടവൻ മല്ലുപിടിക്കുമ്പോൾ അവന്റെ രോഗം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേ ഒരു ചെറിയൊരു പരുവാണ്. സ്തോത്രം. അവന്റെ ശരീരത്തിൽ ചെറിയൊരു പരുവാണ് അവനെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. സ്തോത്രം. ജീവിതത്തിൽ ചിലപ്പോൾ ചില വേദനകളും ചില പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ആമേ ദൈവത്തിലെ ആമേ വചനം പറയുന്നത് അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ അവൻ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധിയെ നാം വലുതായി കണക്കിടാതെ ആ പ്രതിസന്ധി ആമേ സ്തോത്രങ്ങളെ തകർത്തു കളയുമെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിരാശപ്പെടാതെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം നാം പ്രാപിച്ചെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹിസ്കിയാവിനോട് വളരെ ശാന്തമായും വളരെ സൗമ്യതയോടെ ദൈവ ശബ്ദം പറയുകയാണ്, ആമേ ഹിസ്കിയാവേ, അതെ രാജാവേ, നിങ്ങൾ മരിച്ചു പോകും. ഒന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ക്രമത്തിലാക്കണം. സ്തോത്രം. ഈ മെസ്സേജ് കേൾക്കുന്ന, ഈ ദൂത് കേൾക്കുന്ന പ്രൈസ് ദി ലോർഡ് വാത്സല്യ ജീവിതമേ, നിന്റെ ജീവിതത്തിൽ ക്രമീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഈ ദൂതിന്റെ മുമ്പിൽ നീ സമർപ്പിക്കണം. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിന്നെ കാർന്നു നിന്നത് ചിലപ്പോൾ എന്തെങ്കിലും ദുശ്ശീലങ്ങളായിരിക്കാം. സ്തോത്രം. എത്ര പരിഹരിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരണം. അതാണ് ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ വളരെ ശക്തമായ ഒരു ദൂതുണ്ട്. ആമേ സ്തോത്രം. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം കർത്താവിലേക്ക് കൊണ്ടുവരിക. സ്തോത്രം. നിനക്ക് എന്താ അധികം പ്രയാസമായി നിൽക്കുന്നത്? ഏത് വിഷയമാണ് അധികം പ്രയാസമായി നിൽക്കുന്നത്? ഒരു ഭവനപ്പണിയാണോ? കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ വിഷയമാണോ? അല്ലയോ ഏതെങ്കിലും രോഗത്തിന്റെ മുറിത്തിന്റെ അവസ്ഥയാണോ? ഏതാണ് വിഷയം? അത് കർത്താവിലേക്ക് നീ കൊണ്ടുവന്നാൽ മതി. സ്തോത്രം. അതാ പറഞ്ഞത്, വലിയവന്റെ കാര്യവും ചെറിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലൂടെ. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് പണമില്ലല്ലോ. സ്തോത്രം. ചിലപ്പോൾ ചിന്തിക്കും, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചിന്തിക്കും, എനിക്ക് വാക്ചാതുര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചിന്തിക്കും, എനിക്ക് വലിയ വീടില്ലല്ലോ. സ്തോത്രം. ചിലപ്പോൾ നാം ചിന്തിക്കും, എനിക്ക് വലിയ കാറൊന്നുമില്ലല്ലോ. സ്തോത്രം.
ദൈവം ചോദിക്കുന്ന അതല്ല കേട്ടോ. ദൈവം ചോദിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത്, സ്തോത്രം ഹല്ലേലൂയ, നിന്റെ ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഉള്ളത് ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്, സ്തോത്രം. അതെല്ലാം നിന്റെ ആവശ്യങ്ങൾക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ മനോഹരമായ വീട് വേണം. അത് കർത്താവ് തന്നതാണ്. ആ വീട് നമുക്ക് പാർക്കുവാൻ വേണ്ടി മാത്രമുള്ളതാ, സ്തോത്രം. അത് എടുത്തുകൊണ്ട് പോകാൻ കഴിയത്തില്ല. പക്ഷേ നല്ലൊരു കാറും വേണം, അത് കർത്താവ് തരുന്നതാ എന്ന് പറഞ്ഞ് നീ കാറിൽ ആശ്രയിക്കരുത്. ദൈവം തരുന്ന നന്മയാണ്. അതിനേക്കാൾ നീ ദൈവത്തിൽ ആശ്രയിക്കണം, സ്തോത്രം. ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള മക്കളെ ദൈവം തരും. ആ ദൈവത്താൽ തരുന്ന അനുഗ്രഹമാണ്. പക്ഷെ നീ മക്കളിലെല്ലാം നിന്റെ ആശ്രയം വെക്കരുത് കർത്താവിലാണ്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു ജോലി കർത്താവ് തരും, പ്രൈസ് ദി ലോർഡ്. ആ ജോലി നല്ലതാ, അതിനുള്ള നീ ആശ്രയം വെക്കരുത് യേശുവിനാ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ എന്താണോ നാം ആമേൻ മുൻനിർത്തേണ്ടത്, അത് ക്രിസ്തു ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്തോത്രം പ്രവാചകൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് വളരെ ശക്തമായി പറയുന്നത്, ഹിസ്കിയാവേ, നിന്റെ ജീവിതത്തിനകത്ത് ഇത്തിരി വേദനകളും ഇത്തിരി പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ ആ പ്രയാസം മാറണമെങ്കിൽ നീ ക്രിസ്തുവിനെ ഒന്ന് മുൻനിർത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രയാസം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ അവനൊന്ന് അംഗീകരിക്കണം, സ്തോത്രം. ദൈവമേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും, സ്തോത്രം. ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില മരണകരമായ അവസ്ഥകൾ ജീവിതത്തിൽ വരും. ഇപ്പോൾ തന്നെ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, കൊറോണയുടെ കാലഘട്ടമാണ് ഇപ്പോൾ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും കൊറോണയുടെ കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പേടിക്കുന്ന കാലഘട്ടം. ഒരു വൈറസിന്റെ മുമ്പിൽ മനുഷ്യൻ പേടിക്കുകയാണ്. പക്ഷെ ഇത്രയും ഭയം ദൈവസഭയിലുണ്ടോ? സ്തോത്രം. ഇത്രയും ഈ ഭയം മോഹത്തെ മൂടിക്കെട്ടി, സ്തോത്രം പ്രൈസ് ദി ലോർഡ്, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് 24 മണിക്കൂറും സാനിറ്റൈസർ ഇട്ട് തുടച്ച് കഴുകി വൃത്തിയായി പോകുന്നു. എന്നാൽ ഈ ഒരു ഭക്തിയും ഈ ഒരു ബഹുമാനവും ഈ ഒരു ഭയവും ദൈവസഭയിലുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഇത് ദൈവത്താൽ സംഭവിച്ച ഒരു വൈറസ് ആണ്. ഈ വൈറസ് മാറണമെങ്കിൽ ദൈവത്താൽ തന്നെ മാറ്റാൻ കഴിയും. ഇത് വൈദ്യശാസ്ത്രത്തിന് ഒരു ലിമിറ്റ് വരെ കഴിയത്തുള്ളൂ. പക്ഷെ അതിനപ്പുറം നിന്റെ മരണത്തെ സ്തോത്രം സദാകാലത്തേക്ക് മാറ്റുന്ന ഒരു ദൈവം നിന്റെയും എന്റെയും മുൻപിലുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഒരു ദൈവമൈതനായിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നത് നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും ജീവിതത്തിൽ വരുന്ന ചില വേദനകളും ദൈവത്താൽ ഈ പകൽക്കാലം മാറാൻ പോകുകയാ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതവിടെ പറയുന്നത്, സ്തോത്രം. ഹല്ലേലൂയ. ഇത് അരുളി ചെയ്യുന്നത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അരുളി ചെയ്യുമ്പോൾ കർത്താവ് തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അത് ഒരു കാര്യം ഉറപ്പാണ്, അത് മനുഷ്യൻ അവിടെ പങ്കില്ല. സ്തോത്രം. എത്ര വലിയ വേദനകൾ ജീവിതത്തിൽ വന്നാലും ചിലർക്ക് മക്കളെ ആശ്രയിക്കാറുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ കൈ വളരുന്നു, അവരുടെ കാൽ വളരുന്നു, അവർക്ക് നല്ല ജോലി വേണം, അവർക്ക് ഒരു കുടുംബജീവിതം വേണം, അവർക്ക് നല്ല വാഹനം വേണം, അവർക്ക് നല്ല പാർപ്പിടം വേണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാതാപിതാക്കൾ അവർ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൊടുക്കും. പക്ഷേ ഈ അപ്പനും അമ്മയും ഒന്ന് വയസ്സാകുമ്പോ, സ്തോത്രം, ഇവർ ബിസിയായി. അപ്പനെ ഒരു കല്യാണ വീട്ടിൽ കൊണ്ടുപോയി അപ്പനവിടെ നിൽക്കുമ്പോ അപ്പനെ കാണിച്ചു കൊടുക്കാൻ ഷെയ്മാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവർക്കൊരു പുച്ഛമാണ്. അപ്പൻ തൊലിയൊക്കെ ചുക്കി ചുളുങ്ങി പല്ലെല്ലാം വീണ് തലമുടിയൊക്കെ നിലച്ച്, സ്തോത്രം, വല്ലാത്തൊരു ഭംഗിയെല്ലാം പോയി വല്ലാത്തൊരു കോലത്തിലേക്ക് വന്നപ്പോൾ സ്വന്തം അപ്പനെ കാണിച്ചു കൊടുക്കാൻ ഇന്നത്തെ തലമുറകൾ അറച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഈ ഒരു വൈറസിന്റെ മുമ്പിൽ സകല ഉന്നതന്മാരും മുട്ടുമടക്കി, സ്തോത്രം. വേദോസ്തം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, എല്ലാ മുഴങ്കാലും കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങും, സ്തോത്രം. സകല മുഴങ്കാലും മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി അവസാനത്തുള്ള രക്തവരെ കാൽവരുടെ കുലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ സ്തോത്രം ഊറ്റി ഒഴുക്കി സ്തോത്രം മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ പോൽക്കാലം വിളിച്ചു പറയുന്നത് സകല മുഴങ്കാലും എന്റെ സന്നിധിയിൽ മടങ്ങും, സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ജീവിതമേ, കഴിഞ്ഞ ദിവസത്തിൽ ഭയമുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ കൊറോണ വരുന്ന മുമ്പേ നിനക്ക് ദൈവത്തെ ഒന്ന് അറിഞ്ഞ വ്യക്തിയെ, നീ ദൈവത്തെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ?
ഹല്ലേലൂയ. നീ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ സന്നിധിയിൽ ഇടയ്ക്കിടയ്ക്ക് നീ മുട്ടുമേൽ നിൽക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ന് പറയുന്നു, നീ ഇപ്പൊ 24 മണിക്കൂറും നീ മുഴങ്കാലിൽ നിൽക്കുകയാ. കാരണമുണ്ട്. എന്തെന്നറിയാമോ? ഈ വൈറസിനെ തുടരുത്. ഈ വൈറസിനേക്കാൾ വലിപ്പമുള്ള ക്രിസ്തു, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്രിസ്തു ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് ആ കർത്താവ് നിറഞ്ഞു നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ മരണം നിശ്ചയിക്കുന്നത് ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അവൻ ഉറപ്പോടെ പറയാൻ കഴിയുന്നു. പുസ്തകം വ്യക്തമായി പറയുന്നു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യാദികളും ഈ ഭൂമരപ്പിൽ, ഈ കൃപായുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ പറയുന്നത്, യേശയ്യാ പറയുന്നത്, മരണത്തെ ഞാൻ മാറ്റാൻ പോവുകയാ. സ്തോത്രം. ഇന്നൊരു ദിവസത്തേക്കല്ലോ, സദാകാലത്തേക്കും ജീവിതത്തിൽ നിന്ന് ആ മരണവാശത്തെ കർത്താവ് മാറ്റാൻ പോവുകയാ. ഹല്ലേലൂയ. ആ മരണത്തിന്റെ ചങ്ങലയെ കർത്താവ് അടിച്ചു മാറ്റാൻ പോവുകയാ. ഹിസ്കിയാവ് മുഖം ചെവിലോട് ചേർത്ത് പിടിച്ചു. സ്തോത്രം. എന്താ കാര്യം? പറഞ്ഞത് നിസ്സാരക്കാരനല്ല, പ്രവാചകനാണ്. ദൈവത്തിന്റെ എള്ളപ്പാട് മാത്രം അറിയിക്കുന്ന പ്രവാചകനായിരിക്കുന്ന യെശയ്യാവാണ് പറഞ്ഞിരിക്കുന്ന. സ്തോത്രം. യെശയ്യാ പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയപ്പോൾ അവന്റെ കുറവുകളെ ഒന്ന് ഏറ്റുപറയാൻ അവൻ ഹിസ്കിയാവ് രാജാവ് അവൻ തന്റെ മുഖത്തെ ചെവിലോട് ചേർത്ത് പിടിച്ചു. ഇന്ന് പകൽക്കാലം സ്തോത്രം കുറവുകളെ പരിഹരിച്ച് ആമേൻ എന്ന് കർത്താവിന് മനസ്സിലായപ്പോൾ പുറത്തിറങ്ങിയ അവന് മരിച്ചു പോകുമെന്ന് പറഞ്ഞ അതേ യെശയ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു. യെശയ്യാവ്, നീ തിരിച്ചുപോയി ഹിസ്കിയാവിനോട് പറ, നിന്റെ ആയുസ്സിനെ 15 സംവത്സരം അവൻ നീട്ടി തന്നിരിക്കുക. സ്തോത്രം. എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ഈ കർത്താവിനെ സേവിക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി ആഴമുണ്ട്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വരുമ്പോൾ അവൻ പൂർണ്ണനാണ്. സ്തോത്രം. ഒരു കടുകുമണി, അത് വളരെ ചെറുതാ. യേശു പറഞ്ഞത്, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മലയോട് നീ നീങ്ങിപ്പോകാൻ കൽപ്പിച്ചാൽ അത് നീങ്ങി സമുദ്രത്തിലേക്ക് വീഴും. അത്ര പവറാത്തിനുള്ളിൽ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ആടിനോ മാടിനോ മറ്റ് മൃഗങ്ങൾക്കൊന്നും ആത്മാവില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവമേ, ആത്മാവ് മനുഷ്യനാ. സ്തോത്രം. മനുഷ്യനാണ് ആത്മാവുള്ളത്. നന്മ തിന്മകളെ കുറിച്ചറിയുന്ന ആത്മാവ് മനുഷ്യന്റെ. സ്തോത്രം. ആ ആത്മാവിന് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അല്ലാത്ത വഴിയിലേക്ക് തിരിയുമ്പോൾ പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാളെ നിനക്ക് സംഭവിക്കുന്നത് ഇന്ന് നിനക്ക് വെളിപ്പെടുത്തും. അതാണ് പരിശുദ്ധാത്മാവ്. ദീർഘവീക്ഷണം നിന്റെ ജീവിതത്തിൽ കർത്താവ് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂടെ ക്രിസ്തു ഉണ്ട്. ഹിസ്കിയാവിന്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട് പറഞ്ഞത്, ഹിസ്കിയാവേ, നിന്റെ കാര്യക്രമത്തിലാക്കണമെന്ന് പറഞ്ഞത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ. സ്തോത്രം. മരണത്തെ സദാകാലത്തേക്ക് നീക്കും. 2, സ്തോത്രം, സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീര് തുടയ്ക്കും. സ്തോത്രം പറഞ്ഞ ദൈവമേ, നിന്റെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേന്റെ ഭർത്താവിന്റെ മദ്യപാനം ഓർത്ത് കർത്താവ്, ഈ ആമേന്റെ പുരുഷന്, ആമേ സ്തോത്രം, എന്റെ ഹസ്ബൻഡിന്റെ മദ്യപാനം മാറണമേ കർത്താവ് എന്ന് പറഞ്ഞ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ആ കണ്ണുനീർ തുള്ളികളെ എന്റെ കർത്താവ് തുടച്ചു മാറ്റാൻ പോവുകയാ. സ്തോത്രം. ആമേൻ. ആ കണ്ണുനീർ തുള്ളി ദൈവം മുഖത്ത് തുടച്ചു മാറ്റും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഏതൊക്കെ ആമേ സ്ഥലങ്ങളിൽ ദൈവഭക്തന്മാർ കരഞ്ഞുവോ ആ സ്ഥലങ്ങളിലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഭക്തന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ പടി, കർത്താവ് എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുക എന്ന് പറഞ്ഞ് എവിടെയെല്ലാം ഏതെല്ലാം ഭക്തന്മാർ കരുതിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ മിറക്കൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഈ പകൽക്കാലവും അത് സംഭവിക്കാൻ പോകുന്നു. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് എന്റെ വിഷയത്തിന്, എന്റെ കുടുംബത്തിലെ വിഷയത്തിന് മറുപടി തന്നേ പറ്റൂ എന്ന് പറയാൻ. സ്തോത്രം. നമ്മൾ തയ്യാറാക്കണം. പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ദൈവത്തിലെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വരണ്ട നിലത്തിലെ ആമേ ഉഷ്ണത്തെ പോലെ നീ ആമേ അന്യന്മാരുടെ ആമേ സ്തോത്രം ആമേ അരമനകളെ ശ്രദ്ധിക്കണമേ സ്തോത്രം. അപ്പോ ഈ 5-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു പ്രൈസ് ദി ലോർഡ് വരണ്ട നിലങ്ങൾ സ്തോത്രം. എന്താ ഒരു വളർച്ച? ഇപ്പൊ എല്ലാ മേഖലയും വരണ്ടു പോയല്ലോ സ്തോത്രം. ആമേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സകലതും വരണ്ടുപോയി. നന്മകളൊന്നും ആമേ പുറത്തേക്ക് വരാൻ കഴിയാതെ ഉന്നതന്മാരുടെ ആമേ സ്തോത്രം ഉന്നതന്മാരുടെ ഉന്നത ഭാവങ്ങളെല്ലാം വരണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് തൊട്ടു പറയുന്നത് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ ചില ആമേ അനുഗ്രഹത്തിന്റെ കലവറകളെ ദൈവങ്ങൾ തുറക്കാൻ പോകുക. കാരണം ദൈവസന്നിധിയിൽ ആമേ സ്തോത്രം നീ പ്രാർത്ഥിക്കുകയും കരയും ചെയ്യുന്ന വിഷയത്തിന് ദൈവകാലം മറുപടി അയക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവാചകൻ അകത്തുപോയി പറഞ്ഞു, നിന്റെ ആയുസ്സിന് ഞാൻ 15 സംവത്സരം നീട്ടിത്തരാൻ പോകുകയാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, യഹോവയായ കർത്താവല്ലോ ഇത് അരുളി ചെയ്തത്. ഏത്? മരണത്തെ മാറ്റുന്നവൻ, കണ്ണുനീരുകളെ തുടയ്ക്കുന്നവൻ, വേദനകളെ മാറ്റുന്ന ഒരു കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. സ്തോത്രം. മരണത്തെ മാറ്റി, വേദനകളെ മാറ്റി, പ്രശ്നങ്ങളെ മാറ്റി. ഒന്ന് ദൈവത്തിലെ നീ മനുഷ്യൻ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് പകൽക്കാലം ആ കർത്താവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ നമുക്കറിയാം 8-ാമത്തെ വാക്യം പറയുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയെ നിന്റെ മരണത്തെ മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? ഹല്ലേലൂയ. അമ്മേ കണ്ണുകളെ അടച്ച് കർത്താവ് സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ എന്റെ അവസ്ഥയ്ക്ക് നീ വ്യത്യാസം വരണം. പ്രൈസ് ദി ലോർഡ്. ചില മാരകമായ പ്രയാസത്തിന്റെ മധ്യ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന്റെ ആയുസ്സിന് 15 സംവത്സരം ഒറ്റ വാക്കിൽ ആമേ കർത്താവ് മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നത് അവന് ജീവിതത്തിൽ ഏത് വിഷയമാണെങ്കിലും അത് മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗനല്ല പിതാവേ, നല്ല പകലിനായി സ്തോത്രം ചെയ്ത കർത്താവേ, ഹല്ലേലൂയ. വചനത്തിന്റെ മുൻപിൽ ആമേ ദാഹത്തോടെ ഇരിക്കുന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവിന്റെ കൃപയിൽ പുതിയുമാറാകണമേ. ആത്മാവിന്റെ ശക്തി ദൈവമേ വിഷയയുടെ മധ്യ അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. മരണത്തിന്റെ വാക്കിലായിരിക്കുന്ന ആമേ വ്യക്തികളെ കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേ കർത്താവ് ഏത് മാരകമായ രോഗമാണെങ്കിലും കർത്താവ് സ്തോത്രം അതിനെ മാറ്റി കർത്താവിന്റെ പ്രവൃത്തി അയക്കുമാറാകണമേ. ഹാർട്ട് കംപ്ലൈന്റുകളെ കർത്താവ് മാറ്റണമേ. മൈഗ്രീൻ തലവേദനകളെ എന്റെ കർത്താവ് സൗഖ്യമാക്കണമേ. ദൈവത്തിന്റെ അടിപ്പിടലാ ഈ പകൽക്കാല സൗഖ്യമാക്കിയിരിക്കാൻ സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. വിടുതൽ വെച്ചിരിക്കാൻ സ്തോത്രം. ജനത്തെ മാനിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.